തിരുവനന്തപുരം കുറ്റിച്ചലിൽ 1ാം വർഷ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തു. കൊല്ലം മേഖലാ അസിസ്റ്റന്റ് ഡയറക്ടറും പരുത്തിപ്പള്ളി ഗവൺമെന്റ് VHS പ്രിൻസിപ്പാളും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ സംഭവത്തിൽ പ്രതിസ്ഥാനത്തായിരുന്നു ഈ വ്യക്തി. മാത്രവുമല്ല, മറ്റു കുട്ടികളും ഇയാൾക്കെതിരെ തുറന്ന് സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. എന്തായാലും ഒടുവിൽ നടപടി ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വകുപ്പ് നല്ല നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവാണ് പുറത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തുകയും അധ്യാപകരുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തി. ഇന്നും ആ നടപടികൾ തുടർന്നു. ഇതിന്റെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 1ാം വർഷ വിദ്യാർത്ഥി ബെൻസിലിനെ സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ലർക്ക് മോശമായി സംസാരിച്ചതിൽ മനോവിഷമം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പിന്നീട് ടീച്ചർമാരോട് പരാതി പറഞ്ഞെങ്കിലും അതിൽ പരിഹാരം ഉണ്ടായില്ല. ഇതിനപ്പുറം വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വരണം എന്ന ഒരു നിർദ്ദേശം കൂടി കുട്ടിക്ക് നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ വലിയ മാനസിക പ്രയാസത്തിലാക്കി എന്നാണ് സഹപാഠികൾ പറയുന്നത്. ഈ ക്ലർക്കിനെതിരെ നേരത്തെയും പരാതി ഉണ്ടായിരുന്നു. നേരത്തെ ജോലി ചെയ്തിരുന്ന സ്കൂളുകളിലും നടപടിക്ക് വിധേയനായിട്ടുണ്ട്. അതേസമയം ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യമുണ്ട്. ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല. ആരെയും പ്രതി ചേർത്ത് കേസെടുത്തിട്ടില്ല. ക്ലർക്കാകട്ടെ ഇപ്പോൾ ഒളിവിൽ തുടരുകയുമാണ്. രേണുക. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സംഭവത്തിൽ പ്രതികരിച്ച മന്ത്രി ബി ശിവൻകുട്ടി, സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കുട്ടികളെ പല കാര്യങ്ങളിലേക്ക് ആകർഷിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടികൾ വികാരഭരിതരാകുന്നുവെന്നും അടുത്ത വർഷം മുതൽ ബോധവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ കാണുകയാണ്. അതിൻ്റെയൊക്കെ ഫലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ വികാരഭരിതരായി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉള്ളത്.